പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നവർ എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഒരു ഫോട്ടോഗ്രാഫറിനൊക്കെ എന്തിനാണ് ഇങ്ങനെ തല്ലുന്നത്? ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ജയസൂര്യയുടെ ചിത്രം പകർത്തുന്നതിനിടെയായിരുന്നു കയ്യേറ്റം. നടൻ ജയസൂര്യ ഒരിടയ്ക്ക് പല വിവാദങ്ങളിലായിരുന്നു. ഇപ്പം പുതിയൊരു വിവാദത്തിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ അമ്പലത്തിൽ വെച്ച് ജയസൂര്യയുടെ ചിത്രം പകർത്തി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ, ഫാൻസ് ആകാം, ബോഡി ഗാർഡ്സ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ആകെ അറിയത്തില്ല പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നവർ എന്നാണ് വാർത്തയിൽ പറയുന്നത്. പുള്ളിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഈ ഫോട്ടോഗ്രാഫറെ എടുത്ത് ചെറപറയെ ഡും 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 കൊടുത്തു. ഒരു ഫോട്ടോഗ്രാഫറിനൊക്കെ എന്തിനാണ് ഇങ്ങനെ തല്ലുന്നത്? കൊട്ടിയൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ സിനിമാ താരം ജയസൂര്യയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്തതായി പരാതി. മാധ്യമപ്രവർത്തകനും കൊട്ടിയൂർ സ്വദേശിയുമായ സജീവനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കേളകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ജയസൂര്യയുടെ ചിത്രം പകർത്തുന്നതിനിടെയായിരുന്നു കയ്യേറ്റം. വൈശാഖ മഹോത്സവത്തിനായി കൊട്ടിയൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ക്യാമറമാനാണ് സജീവൻ. ദൃശ്യങ്ങൾ പകർത്തിയതും ദേവസ്വം ആവശ്യപ്പെട്ടിട്ടായിരുന്നു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എന്നെ വിളിച്ചു വരുത്തിയാണ്. വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ഞാൻ അങ്ങനെ തിരുവനന്തപുരം ഇറങ്ങി വീഡിയോ എടുക്കുന്ന സമയത്താണ് അവർ കൂടെ വന്ന ഒരാൾ എന്നെ ക്യാമറ തട്ടി മാറ്റി ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തട്ടി മാറ്റുകയും ചെയ്തത്. എന്നിട്ട് ഞാൻ ദേവസ്വം ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന സമയത്താണ് ഈ ജയസൂര്യൻ ഒപ്പം ഉണ്ടായിരുന്ന 3 പേര് ചേർന്നിട്ട് എന്നെ പിടിച്ചു വലിച്ച് ദേവസ്വം ഓഫീസിൽ കൊണ്ട് എത്തിയിട്ട് എന്നെ വയറിന് അടിക്കുകയുണ്ടായിരുന്നു. ജയസൂര്യക്കൊപ്പം ഉണ്ടായ 3-അംഗ സംഘം മർദ്ദിച്ചെന്നാണ് പരാതി. ഫോട്ടോഗ്രാഫറെ അകാരണമായി മർദ്ദിച്ചെന്ന് കാണിച്ച് ദേവസ്വം ചെയർമാനും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് കേസ്. സജീവനെ തടഞ്ഞുവെച്ച് മർദ്ദിച്ചുവെന്ന് എഫ്ഐആർ. CCTV കേന്ദ്രീകരിച്ച് കേളകം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ഇവിടെ ഈ ഫോട്ടോഗ്രാഫറിനെ അമ്പല കമ്മിറ്റി തന്നെ നിയമിച്ചിരിക്കുന്ന ആളാണ്. അയാൾക്ക് അവിടെ ഫോട്ടോ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അയാൾ എടുത്തുനിന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോ എടുത്ത് വേണം ഡിലീറ്റ് ചെയ്യിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ അമ്പല കമ്മിറ്റി കംപ്ലൈൻറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കയ്യേറ്റം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു ശീലമല്ല. ഇപ്പം ജയസൂര്യയെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ നേരിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫിലിം ഫീൽഡാണ്. പുതിയ പടങ്ങളൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം കത്തനാര്. ഈ സമയങ്ങളിലൊക്കെ പൊതുവെ നടന്മാർ ചെയ്യുന്ന കാര്യം ജനത്തോട് മാക്സിമം ഫ്രണ്ട്ലി ആണ് നോക്കുന്നത്. ആരെ വെറുപ്പിക്കാൻ നോക്കാറില്ല. കാരണം ഫ്രണ്ട്ലി ആയാലേ ഉള്ളൂ പടം തിയേറ്ററിലോടുള്ളൂ. വെറുപ്പ് കണ്ടമാനം വന്നാൽ ജനം തിയേറ്ററിലോട്ട് കയറാൻ മടിക്കും. അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്ലി ആകാൻ നോക്കും. ഇപ്പോൾ തന്നെ AMMA എന്ന് പറഞ്ഞ സംഘടന കഴിഞ്ഞ ഇടയ്ക്ക് എന്താ ചെയ്തത്? മീഡിയാസിനെ ആരകത്തോട്ട് കയറ്റത്തില്ല. ഓൺലൈൻ മീഡിയ ആണെങ്കിലും അല്ലാത്ത അവരെക്കുറിച്ചും തെറ്റായ വാർത്തകളും മോശമായ പ്രചരണങ്ങളും നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് AMMA അങ്ങനെ ഒരു നിലപാടിലോട്ട് എടുക്കുകയും ചെയ്തു. AMMA അവരമ്മ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരെയും അമ്മ എന്ന് വിളിക്കണം. അതായത് മീഡിയാസ് എല്ലാവരും അമ്മ എന്ന് വിളിക്കണം. അമ്മ എന്ന് വിളിക്കാൻ പല മീഡിയാസിനും താല്പര്യമില്ലാത്തതും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവരെ അമ്മ എന്നേ വിളിക്കുകയുള്ളൂ, മറ്റുള്ളവർ ഇവരെ AMMA എന്നേ വിളിക്കുകയുള്ളൂ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? AMMA എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർക്കത് അമ്മയാണ് പവിത്രതയൊക്കെ പറയുമ്പോൾ കേരളത്തിലുള്ള ജനത AMMയുടെ പവിത്രതയും മറ്റൊക്കെ കണ്ടതാണ്. ജനത്തെയും മീഡിയാസിനെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? സിനിമ പ്രവർത്തകർക്ക് തന്നെ നഷ്ടം. സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ പോയി കാണേണ്ട ജനതയാണ്. ഇവരും ഇവരുടെ ആൾക്കാരും ഇവരുടെ ആരാധകരും മാത്രം തിയേറ്ററിൽ വന്നാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പടം ഓടില്ല. അത് നമുക്കും അറിയാം, നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു പരമസത്യം. ഇപ്പോൾ AMMയുടെ എല്ലാ പരിപാടിയുടെയും വീഡിയോസ് ഒരു യൂട്യൂബ് ചാനലിനാണ് അവർ കൊടുത്തിരിക്കുന്ന റൈറ്റ്സ്. ആ വീഡിയോസ് നമുക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇടാനും പറ്റില്ല. കഴിഞ്ഞ ഇടയ്ക്ക് മറ്റ് മീഡിയാസ് പുറത്ത് വന്ന ദൃശ്യങ്ങൾ പകർത്തിയായിരുന്നു AMMയുടെ ചടങ്ങ് നടക്കുന്ന സമയത്ത്. ആ ദൃശ്യങ്ങൾ പകർത്തിയ വിഷ്വൽസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തവർക്ക് പോലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും AMMA വളരെ ശക്തമായ നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു മീഡിയ പ്രവർത്തകർക്കും തങ്ങളുടെ വിഷ്വൽസ് മീറ്റിങ്ങുകളുടെ അവരുടെ കൂടിക്കാഴ്ചകളുടെ ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. തിയേറ്ററിലെ ഒന്നും അവർ പറയുന്നില്ല. അവരുടെ AMMയുടെ സംഘടനയുടെയാണ് അവർ പറയുന്നത്. ഇനി AMMയുടെ സംഘടനയുടെ നിലപാടുകൾ നമ്മൾ എക്കാലവും കണ്ടുകൊണ്ടിരുന്നതാണ്. ഒരു സമയത്ത് തന്നെ വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കും.
അതാണ് അവരുടെ നിലപാടിൻ്റെ ഒരു പ്രത്യേകത. മൾട്ടിപ്പിൾ സ്റ്റാൻഡാണ് എടുക്കുന്നത്. അതൊക്കെ ഒരു അസോസിയേഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു വ്യത്യസ്തരമായ ഒരു നിലപാടാണ്. സാധാരണ ഒരു അസോസിയേഷൻ എടുക്കാത്തൊരു നിലപാടാണ്. ആ കാര്യത്തിൽ അവർ അവരുടെ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പം ജയസൂര്യയുടെ ഭാഗത്തുനിന്നൊരു ഒന്നും വാർത്ത കേട്ടില്ല. സത്യം ജയസൂര്യ ഇതിന് പ്രതികരിക്കേണ്ടതാണ്. ജയസൂര്യ അഡ്വക്കേറ്റിനോടൊക്കെ ചോദിച്ചിട്ട് പറയാൻ വേണ്ടി വല്ലായിരിക്കും. ജയസൂര്യയുടെ കൂടെ വന്നെന്ന് വെച്ചുകൊണ്ട് ജയസൂര്യയുടെ ആളാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. ജയസൂര്യ ഇത് അറിഞ്ഞുകൊണ്ടാണോ നമുക്കറിയത്തില്ല. ഒരു സിനിമാ നടനെ രാഷ്ട്രീയക്കാരനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ കൂടെ കൊണ്ടുനടക്കുക, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എന്തെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയോടെ ബാധിക്കണം. ഇപ്പം ജയനെ സംബന്ധിച്ച് ജയന്റെ ക്രെഡിബിലിറ്റി അത് ബാധിക്കുന്നുണ്ട്. ഇയാള് സിനിമ ഇറക്കി തിയേറ്ററിൽ ഓടിച്ച് പൈസ മേടിക്കുന്ന ആളാണ്. ഇയാളെ സംബന്ധിച്ച് പബ്ലിക്കിന്റെ മുമ്പിൽ പുള്ളിക്ക് ഒരു ഇമേജ് വേണ്ടതാണ്. പടം തിയേറ്ററിൽ ഓടണ്ടേ? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അപ്പം പുള്ളി തിയേറ്ററിൽ പടം ഓടിക്കുന്നില്ലേ കുഴപ്പമില്ല. അയാളൊരു പേഴ്സണൽ ബിസിനസ് ചെയ്ത് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഇയാൾ കേരളത്തിന്റെ പുറത്താ ബിസിനസ് ഒക്കെ ചെയ്യുന്നെങ്കിൽ ആ തിയേറ്ററിലോട്ടൊന്നും ആരും കയറുന്നില്ല. OTT പ്ലാറ്റ്ഫോമിൽ വന്ന് കാണാൻ ആളുകൾക്ക് പൊതുവെ ഇഷ്ടം. അല്ലെങ്കിൽ ജനത്തെ ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം വേണം. ജയൻ എന്താണേലും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കാര്യം ജയൻ തുറന്ന് പറയേണ്ടതാണ്. പുള്ളിയുടെ അറിവോട് കൂടിയുള്ളതാണോ, അല്ലെ പുള്ളിക്ക് ഈ ഫോട്ടോഗ്രാഫറിന് എന്തെങ്കിലും മോശമായ അനുഭവം വന്നോ, അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ അത് പറയുക. ഏതായാലും ജയന്റെ വാർത്ത ഇനിയും CC ക്യാമറ ഔട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്താണെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.